ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചെറിയ ചിന്ത ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യമാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. മോശ എഴുതിയ ഒരു പുസ്തകത്തിൽ 5-ാമത്തേതായിട്ട് കരുതപ്പെടുന്നതാണ് ആവർത്തന പുസ്തകം. അതിൽ 28-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിറയെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. അതിനുള്ള ഒരു നിബന്ധന യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം. ഈ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഇതാണ്: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിച്ചാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒബീഡിയൻസ്, അനുസരണം. അതോടുകൂടെ വരുന്ന അനുഗ്രഹങ്ങൾ. നമ്മെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ദൈവസന്നിധിയിൽ നീതിമാന്മാരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ അതിനുള്ള പാപക്ഷമ നമ്മൾ പ്രാപിച്ച് വീണ്ടും ആ പാപം ചെയ്യാതെ ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. അതോടുകൂടെ നമ്മളെ വാലല്ല തലയാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആരുടെയും അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് ദൈവം നമ്മളെ നേതൃത്വത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രിയ കർത്താവാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടായി. അവസാനം യോസഫിനെ എന്ത് സംഭവിച്ചു എന്നെല്ലാവർക്കും അറിയാം. അതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കാം. അവൻ നിങ്ങളെ വാലല്ല തലയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പുതിയൊരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആശ്വാസം ലഭിപ്പാൻ ഇടയാക്കണേ എന്ന് പറഞ്ഞു. വാലല്ല തലയാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച തന്നെ പ്രാപിക്കില്ല. ആമേൻ.